ചില സമയത്ത് ചില ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കില്ലേ. എനിക്ക് ഇതിനിടയിൽ ഭയങ്കര ആഗ്രഹം കേട്ടോ രസവട കഴിക്കാൻ. സാധാരണ രസവട എന്നല്ല കേട്ടോ, ഇവിടെ പാലക്കാടിൽ കിട്ടുന്ന രസവട പറഞ്ഞാൽ ഉഴുന്ന് വടയിൽ ആണ് രസമൊക്കെ വെച്ചിട്ട് കേട്ടോ. സാധാരണ സാമ്പാർ വടയൊക്കെ കിട്ടുള്ളൂ, തൈര് വടയൊക്കെ. എനിക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ രസവട കഴിക്കാൻ തോന്നി. അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു വടപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ ഇവിടെ കടകളിലൊക്കെ. ആ വടപ്പരിപ്പ് ഒരു 1.5 മണിക്കൂർ കുതിർത്തിട്ട് വെള്ളം വാറ്റി വെച്ചതായിരുന്നു. അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു 6 മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റുള്ളതെന്ന് പറഞ്ഞിട്ട്. ഇനി അതിനെ ഒന്ന് ക്രഷ് ചെയ്യുന്നേ ഉള്ളൂ, ഒരുപാട് അരയരുത്. അപ്പോൾ അതിന് നമ്മുടെ വടയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ അതിനെ മാറ്റിയിട്ടുണ്ട്. കുറച്ച് ബാക്കിയുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ഒനിയൻ, അത്യാവശ്യം വലിയൊരു കപ്പിൽ ഒനിയൻ, കുറച്ചൊരു ടേബിൾ സ്പൂണോളം ഇഞ്ചി, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടു. ഇതിൽ മല്ലിയിലയൊന്നും ഇടുന്നില്ല കേട്ടോ, ഒരു നാടൻ വടയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടത് അതിനെ ക്രഷ് ചെയ്തിട്ടതും കൂടി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്ന് എല്ലാവരുടെയും മിക്സ് ചെയ്തു. എന്നിട്ട് അതിനെ ഒന്ന് ഉരുട്ടി നോക്കുന്നുണ്ട്, ഉരുട്ടി ഒന്ന് പരത്തി നോക്കി കഴിയുന്നുണ്ട്. ബൈ ചാൻസ് വെള്ളം കൂടിയിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്താൽ മതി. അങ്ങനെ എനിക്ക് അരിപ്പൊടി മിക്സ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അത് ആ ചൂടായ എണ്ണയിലേക്ക് അങ്ങനെ ചെറിയ ചെറിയ വടയായിട്ടിട്ടു കേട്ടോ. ഒരുപാട് വലിയ വടയൊന്നുമല്ല, ചെറിയ വടയാണ്. അപ്പോൾ കഴിക്കാനൊരു നമുക്കൊരു കുറച്ച് കഴിച്ചാൽ നമുക്കൊരു ഫീലിംഗ് ആയി തോന്നുകയും ചെയ്യും. അപ്പോൾ തിളയ്ക്കുന്നുണ്ട് രസം. നല്ല പരിപ്പ് രസമാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നല്ല ചെടിയായിട്ടുള്ള പരിപ്പ് രസം ഉണ്ടാക്കിയിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത രസമാണ് വേണ്ടത്, കുറച്ച് മധുരവും പുളിയും കൂടി മിക്സ് ആയിട്ടുള്ള വടയാക്കി വേണ്ട രസം. ഇനി ഇതിനെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ബൗളിലേക്ക് സെർവ് ചെയ്താൽ മതി. അതിലേക്ക് 2 വടയും കൂടി ഇട്ടു, കുറച്ച് രസം അതിൻ്റെ മുകളിലും കൂടി വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടു. അപ്പോൾ നമ്മുടെ വടയുടെ ഉള്ളിലേക്കും കൂടി രസം ഇറങ്ങുക. ഇനി അത് അങ്ങനെ നല്ല രസമായിട്ട് അങ്ങോട്ട് കഴിച്ചും കൂടി നോക്കിയാൽ കംപ്ലീറ്റായി. കഴിച്ച് നോക്കിയിട്ട് മൂപ്പര് അടിപൊളി ഉണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. എന്തായാലും എനിക്ക് കഴിച്ചപ്പോൾ ഇഷ്ടമായി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി രസവട വീട്ടിൽ തന്നെ.